നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ കാന്തപുരം ഉസ്താദ് കളവ് പറഞ്ഞു എന്നും പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു. അതിൽ ഉസ്താദ് പറഞ്ഞ ഒന്നാമത്തെ കളവ് എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് മുസ്ലിം ഭീകരപ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ഉസ്താദിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. അതിന് ഞാൻ മറുപടി ചെയ്തിട്ടുണ്ട്, അതെൻ്റെ പേജിൽ തന്നെയുണ്ട്. ഇനി രണ്ടാമത്തെ ഉസ്താദ് പറഞ്ഞു എന്ന് പറയുന്ന കളവ് അദ്ദേഹം പറയട്ടെ. അടുത്തത്, മുസ്ലിം ഒരിക്കലും വർഗീയത കാണിച്ചിട്ടില്ല. മുസ്ലിം ഒരിക്കലും വർഗീയത കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉസ്താദ് പറഞ്ഞ രണ്ടാമത്തെ കളവ് എന്നാണ് സെബാസ്റ്റ്യൻ പുന്നക്കൽ പറയുന്നത്. മുസ്ലിം ഒരിക്കലും വർഗീയത കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് കളവാണെന്നും മറിച്ച് ഇസ്ലാമിൻ്റെ പുസ്തകങ്ങളൊക്കെ പറയുന്നത് തനി വർഗീയതയാണെന്നും പറഞ്ഞ് അയാളൊരു തെളിവ് കൊണ്ടുവരുന്നുണ്ട്. പുള്ളിയുടെ താടിയും മീശ ശ്രദ്ധിച്ചോ? എന്താ ഉള്ളത്? താടി അങ്ങ് നീട്ടി വളർത്തിയിട്ട് മീശ അങ്ങ് ട്രിം ചെയ്തേക്കണം. ഇതെന്താണെന്നറിയോ? വർഗീയതയുടെ സിമ്പലാണ് ആ വെച്ചേക്കണ മീശ പഠിച്ചിട്ട് താടി വളർത്തുന്നത്. അപ്പൊ ആര് പറഞ്ഞു മീശ പഠിച്ചിട്ട് ഞങ്ങളുടെ ഉസ്താദുമാർ മീശ പഠിച്ചിട്ട് താടി വളർത്തുന്നത് വർഗീയയുടെ സിമ്പലാണെന്ന് പുന്നക്കം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. വല്ലപ്പോഴൊക്കെ അപ്പോൾ സ്വന്തം പുസ്തകം എടുത്ത് വായിക്കണം. സഹീഹ് മുസ്ലിമില് ബുക്ക് നമ്പർ 2 ഹദീസ് നമ്പർ 69. ദ മെസഞ്ചർ ഓഫ് അല്ലാഹ് സെഡ്, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ആക്ട് അഗെയിൻസ്റ്റ് ദ പോളിത്തീസ്റ്റ്, ബഹുദൈവ വിശ്വാസികൾക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കുക. എങ്ങനെ? ട്രിം ക്ലോസ്ലി ദ മുസ്റ്റാഷ് ആൻഡ് ഗ്രോ ബിയേർഡ്, മീശ വടിച്ചിട്ട് താടി വളർത്തിക്കൊണ്ട് നിങ്ങൾ ബഹുദൈവ വിശ്വാസികൾക്കെതിരെ പ്രവർത്തിക്കണം. വർഗീയ, പച്ചയായ വർഗീയതയും. ഇതിലെവിടെയാണ് വർഗീയത എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഒരു സമുദായം വെട്ടുന്ന രീതിയിൽ നിങ്ങൾ മുടി വെട്ടരുത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സമുദായം അനുഷ്ഠിക്കുന്ന ആചാരം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇത് വർഗീയതയാണ്. ഇപ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് സിനിമാ നടന്മാരെ പോലെ നിങ്ങൾ മുടി വെട്ടരുത് എന്നൊക്കെ. ഇതിൻ്റെ അർത്ഥം സിനിമാ നടന്മാരെ വർഗീയവൽക്കരിച്ചു എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? മറ്റൊരു വിഭാഗം അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനം നിങ്ങൾ ചെയ്യരുത്, അവർ ആചരിക്കുന്ന ഒരു ആചാരം നിങ്ങൾ ചെയ്യരുത്, അവർ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇതിലെവിടെയാണ് വർഗീയത? അങ്ങനെയെങ്കിൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ പോലും വർഗീയവാദിയാകേണ്ടി വരും. കാരണം മൂപ്പര് മുസ്ലിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അപ്പം പ്രിയ മുസ്ലിം വിശ്വാസികളെ, ഈ ബഹുദൈവ ആരാധനകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ ഈ ഖുറൈശി ബഹുദൈവ മതത്തിലെ ദേവനെയും ദുരാചാരങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് മൂസയടക്കമുള്ള പ്രവാചകന്മാർ ആരാധിച്ച ഇബ്രാഹിമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കൂബിൻ്റെയും ദൈവമായ പ്രപഞ്ച സൃഷ്ടാവായ ഏകദൈവമായ പടച്ച റബ്ബായ യാഹുവയിലേക്ക്. അള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ഗോത്ര ദൈവമാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്ന യാഹുവയാണ് യഥാർത്ഥ ദൈവമെന്നും എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസം തെറ്റാണ്, അത് നിങ്ങൾ ചെയ്യരുത്, ഞങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ ഉള്ള വിശ്വാസം നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ വർഗീയവാദിയായോ? ഇതന്നെയല്ലേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു വിഭാഗം ചെയ്യുന്ന ആചാരം, അവർ ചെയ്യുന്ന ഒരു സംസ്കാരം നിങ്ങൾ സ്വീകരിക്കരുത്, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സംസ്കാരം വേണമെന്ന് പറഞ്ഞാൽ അതിലെവിടെയാണ് സെബാസ്റ്റ്യൻ വർഗീയത? അങ്ങനെയെങ്കിൽ എല്ലാ മതക്കാരും വർഗീയതവാദികളല്ലേ? എല്ലാ മതക്കാരും പറയുന്നത് എന്താണ്? മറ്റുള്ളവരുടെ അനുഷ്ഠാനം അനുഷ്ഠിക്കരുത് എന്നല്ലേ?